കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നേതാക്കളും പ്രവർത്തകരുമൊക്കെയാണ് കെ സുധാകരന്റെ നടാലിലെ വീട്ടിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആവശ്യം ഓരോ ദിവസം കഴിയും തോറും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? INTUCയുടെ അഭിപ്രായം എന്താണ്? കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കണം എന്ന് തന്നെയാണോ? കെ സുധാകരനെ പോലെ ഒരാള് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമല്ല, ഞങ്ങളുടെ ആവശ്യമാണ്. ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലയിലും ഏറ്റവും അധികം 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം കൊണ്ട് വളരെയധികം ക്ലേശകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ തൊഴിലാളികളാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കേണ്ട ആളാണ്. 2 പ്രാവശ്യം നമുക്ക് ഈ മണ്ഡലം കയ്യിൽ നഷ്ടപ്പെട്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും UPA ഗവൺമെന്റിന് മടങ്ങി വരാൻ സാധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയും ഒക്കെ ജോഡോ യാത്രയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിനേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു കെ സുധാകരൻ. അന്ന് കോവിഡ് 2 പ്രാവശ്യം വന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിർബന്ധിച്ച്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം വന്ന് പാർലമെന്റിൽ മത്സരിച്ചത്. അദ്ദേഹത്തിന് വേണ്ട, എനിക്ക് പാർലമെന്റ് വേണ്ട, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാണ്. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട്, കാരണം നമുക്ക് ദേശീയ രാഷ്ട്രീയമാണല്ലോ നമുക്ക് പ്രധാനം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായത് അങ്ങനെയാണ് കെ സുധാകരൻ. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് KPCC പ്രസിഡന്റായി വളരെ നേരത്തെ വരേണ്ട ഒരാൾ വളരെ വൈകിയാണ് വന്നത്. അദ്ദേഹത്തെ മാറ്റിയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം കണ്ണൂർ പോലൊരു നിയമനത്തിൽ മത്സരിക്കാൻ തയ്യാറാകുമ്പോൾ അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഒരുപാട് MP മാർ അസംബ്ലിയിൽ മത്സരിച്ചിട്ടുണ്ട്, ഒരുപാട് MLA മാർ പാർലമെന്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇതൊരു പുതിയ സംഭവമല്ല. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് കൊടുക്കുക എന്നതാണ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സാധാരണക്കാരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം അതാണ് എനിക്ക് പറയാനുള്ളത്. കേസ് എന്താണ് പറയുന്നത്? മത്സരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ അദ്ദേഹം ഉള്ളത്? കേസ് മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലുള്ള മീഡിയക്കാർ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഈ കേസിനെ തഴഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം കെ സുധാകരൻ എന്ന് പറഞ്ഞ ആൾ ഒരു കണ്ണൂരിന്റെ ആളല്ല. കെ സുധാകരന് വേണ്ടി ആളുകൾ മുഴവിളി കൂട്ടുന്നത് 14 ജില്ലകളിലുമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മീഡിയക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ 6 പ്രാവശ്യം തലനാരിഴയ്ക്ക് ബോംബാക്രമണത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ ജീവിതം വെച്ചിട്ടാണ്, ജീവിതം കൊടുത്തിട്ടാണ് ഈ പാർട്ടിയെ കണ്ണൂർ ജില്ലയിൽ കെട്ടിപ്പടുത്തിയത്. അത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും അതിന്റെ പ്രതികരണങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ സാധാരണക്കാരും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പൊ പല ജില്ലകളിൽ നിന്നും ആളുകൾ മറുപടി കൂട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും AICC ഇത് കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും കാണണമല്ലോ. കാരണം ഇതൊരു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയല്ലേ. ഈ സാധാരണക്കാരന്റെ വികാരവും അവരുടെ ആവശ്യങ്ങളും ഉൾക്കൊള്ളാത്ത ഇന്ത്യ ഹൈക്കമാൻഡ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയുമില്ല, ഇനിയും ഉണ്ടാവില്ല. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇതെല്ലാം വീക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെന്നിത്തല പോലുള്ള നേതാക്കൾ ഉറച്ച പിന്തുണയുമായി ഉണ്ട്. എല്ലാവരുടെയും പിന്തുണയുണ്ട്. പിന്തുണയില്ലാഞ്ഞിട്ടല്ല. നമുക്കറിയാലോ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാവരും മുന്നിട്ട് ഇറങ്ങി ഒരു വിവാദം ഉണ്ടാക്കാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒന്നും നോക്കാനില്ല. ഞങ്ങൾ ശക്തമായ പിന്തുണ കൊടുക്കും. ഏത് സാഹചര്യത്തിലും KS-ന്റെ കൂടെ ഉറച്ചു നിൽക്കും. KS എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വികാരമാണ്. കാരണം KS-നെ പോലെ ഒരാള് കണ്ണൂർ ജില്ലയിൽ ഒരു MLA ആകുമെങ്കിൽ അത് സാധാരണക്കാർക്കുള്ള ഗുണമല്ലേ, അദ്ദേഹത്തിനല്ലല്ലോ. ഞങ്ങൾക്കാണ്, ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും മാത്രം ആണ് അതിന്റെ ഇത് കിട്ടുക, ഗുണം കിട്ടുക, അല്ല വേറെ ആർക്കും അല്ല. എല്ലാവരും അതേ രീതിയിൽ തന്നെയാണോ? എന്ത് പറഞ്ഞാലും അതിന് നമ്മൾ പൂർണ്ണ പിന്തുണ. ഇത് 67 മുതൽ നേരിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ്. പിന്നെ ഒന്നുമല്ലാതെ തന്നെ പല സ്ഥലത്തും ജോലിക്കെടുത്ത്, ബീവറേജ് കോർപ്പറേഷൻ ജോലിക്കെടുത്ത് അതിന്ന് പിരിഞ്ഞ്, പിന്നെ നേരത്തെ INTUC ജില്ലാ ട്രഷറാണ്. എന്തായാലും കെ സുധാകരൻ തന്നെ വേണം എന്ന കാര്യത്തിൽ നിങ്ങൾ അത് അദ്ദേഹത്തിന് AICC ഉറപ്പ് കൊടുത്തതാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം AICC മുമ്പാകെ വെച്ചിരുന്നു, കണ്ണൂര് അസംബ്ലിയിലേക്ക്. അത് നടപ്പാവും എന്ന പ്രതീക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ഇല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ട ഹൈക്കമാൻഡും പാർട്ടി നേതൃത്വം തന്നെ ആയിരിക്കും. അത് തന്നെ. ഒരു കേസുകാരനെ എവിടെ വിളിച്ചാലും, ഏത് വിളിച്ചാലും നമ്മൾ പോകാൻ തയ്യാറാണ്. ഏത് പാതാളത്തിലേക്കായാലും കേസുകാരന്റെ ഒപ്പം നമ്മളുണ്ടാവും. കേസ് തന്നെ മത്സരിക്കണം. മത്സരിച്ചില്ലെങ്കിൽ മത്സരിക്കും, നമ്മള് കൂടെ ഉണ്ട്, സപ്പോർട്ടാണ്. കേസിന് അഥവാ പറ്റില്ല, MP-മാർ പറ്റില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് ഹൈക്കമാൻഡ് വരികയാണ്. ആയിരക്കണക്കിന് ആള് പാർട്ടി വിട്ടുപോകും, അതിലൊരു സംശയവും വേണ്ട.
എന്ത് വന്നാലും കേസുള്ളിടത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ കടുത്ത തീരുമാനം. അടുത്ത തീരുമാനത്തിൽ നമ്മൾ യോജിക്കും. കേസ് എടുക്കുന്ന ഏത് തീരുമാനത്തോടും നമ്മൾ യോജിക്കും. അതിലൊരു മാറ്റം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ INTUCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഡോക്ടർ ജോർജ് പ്ലാത്തോട്ടം INTUCയുടെ ജില്ലാ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്. അവരൊറ്റക്കെട്ടായി പറയുകയാണ് കണ്ണൂരിൽ കെ സുധാകരൻ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ KS ഒരു കാര്യം പറഞ്ഞാൽ അതിനൊപ്പം തങ്ങളെല്ലാം ഉണ്ടാകും എന്ന് വൈകാരികമായി പറയുകയാണ് നേതാക്കളെല്ലാം. എന്തായാലും കെ സുധാകരന് പിന്തുണ ഏറുകയാണ്. കണ്ണൂരിലെ കെ സുധാകരന്റെ വസതിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.